സ്വർണ്ണ വ്യാപാരി കൂടിയായിട്ടുള്ള ശ്രീ അരുൺ മാർക്കോസ് ചേരുന്നുണ്ട്. ശ്രീ അരുൺ, നിലവിൽ സ്വർണ്ണവിലയിൽ ഇങ്ങനെ ഒരു കുറവ് രേഖപ്പെടുത്തിയ, അതായത് ആദ്യം 80 രൂപ, രണ്ടാം ദിവസം 280 രൂപ, ഇതിപ്പോൾ മൂന്നാം ദിവസം ഒറ്റയടിക്ക് 2200 രൂപ. ഇത് ഏത് രീതിയിലാണ് മാർക്കറ്റിനെ പിടിച്ചുലയ്ക്കുന്നത്, പ്രതിഫലിക്കുന്നത്? മാർക്കറ്റിന് ഇത് വലിയ രീതിയിൽ ദോഷകരമായിട്ടാണ് ഈ വിലയുടെ ഈ ഇടിവ് ബാധിക്കുന്നത്. എല്ലാ ആളുകളും ഈ യുദ്ധം അവസാനിക്കും എന്നുള്ള തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ ഏറിലുള്ളത് കൊണ്ട് ആളുകളുടെ ഒരു പ്രതീക്ഷ യുദ്ധം അവസാനിച്ചാൽ സ്വർണ്ണവില വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ളൊരു ചിന്ത കാരണം സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാർക്കറ്റിലേക്ക് സ്വർണം വിൽക്കാനായി വരാത്തൊരവസ്ഥയുണ്ട്. പിന്നെ ഇതിനകത്തെ ഒരു വിഭാഗം ആളുകൾ, സ്വർണം വാങ്ങാനുള്ള ആളുകൾ, ഈ ഒരു സ്വർണം വില താഴേക്ക് കുറയുമ്പോൾ ജ്വല്ലറികളിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് വ്യാപാരികൾക്ക് മിച്ചമായുള്ളത്. പക്ഷെ അപ്പോഴും ആളുകൾ ഇത് വീണ്ടും ക്രമാതീതമായി അല്ലെങ്കിൽ വലിയ തോതിൽ വില താഴേക്ക് കൂപ്പുകുത്തും എന്നുള്ള തരത്തിലുള്ള ചിന്തയോടുകൂടി അവർ വീണ്ടും സ്വർണം വാങ്ങാനായിട്ട് വരുന്നതിൽ നിന്നും അടിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ശരിക്കും യാഥാർത്ഥ്യം പറഞ്ഞാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഈ വിലക്കുറവ് സമയം. ഈ വിലക്കുറവ് പരമാവധി മുതലെടുത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തി സ്വർണം, അവർക്ക് ആഗ്രഹിക്കുന്ന സ്വർണം ഈ ഒരു വിലക്കുറവിന്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് വാങ്ങുക എന്നുള്ളതാണ് നമ്മൾക്ക് ഉപഭോക്താക്കളോട് പറയാനുള്ളത്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് വീണ്ടും സ്വർണ്ണ വ്യാപാര മേഖല വീണ്ടും മാന്ദ്യത്തിൽ തന്നെ തുടരുകയാണ്. കാരണം ഒരു പ്രതീക്ഷ വീണ്ടും പ്രതീക്ഷകൾ അസ്തമിക്കുന്ന തരത്തിലേക്ക് വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ സ്വർണം വാങ്ങി വെക്കുന്ന ആളുകൾ ഇപ്പോ ഒരു ദിവസം ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് സ്വർണം വാങ്ങിയിട്ട് കയ്യിൽ സൂക്ഷിച്ച വ്യാപാരികളെ സംബന്ധിച്ച് ഈ വലിയൊരു കുറവ് അവർ വലിയൊരു നഷ്ടത്തിലേക്കാണ് അവരെ കൊണ്ട് എത്തിക്കുന്നത്. ഒന്നാമതേ പ്രോപ്പറായിട്ട് സ്വർണ്ണ വ്യാപാരം നടക്കുന്നില്ല. ക്രയവിക്രയങ്ങൾ, വിൽപ്പനയും വാങ്ങലും ഒരുപാട് നടക്കുകയാണെങ്കിൽ ഈ വിലയ്ക്കുണ്ടാകുന്ന ഇടിവൊന്നും വലിയ പ്രശ്നമില്ലാതിരിക്കും, ഇല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കൃത്യമായി സ്വർണം വിൽപ്പന നടക്കുന്നുമില്ല. വിൽക്കുന്നതിനായിട്ട് ആളുകൾ കൂടുതലായി ജ്വല്ലറികളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം വലിയ തോതിൽ 1 ഗ്രാമിന് 300 രൂപയൊക്കെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചരിത്രത്തിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറക്കുമതി തീരുവ അടക്കം വർദ്ധിപ്പിച്ചൊരു ഘട്ടത്തിൽ സ്വർണ്ണ വ്യാപാര മേഖല ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്, അല്ലേ? അതെ, ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായി. അല്ലെങ്കിൽ തന്നെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സ്വർണ്ണ വിൽപ്പന വളരെ കുറഞ്ഞ തോതിലുമാണ് നടക്കുന്നത്. അതിനോടൊപ്പം വീണ്ടും ഈ വില കുറയുന്ന ഒരു സ്ഥിതിവിശേഷം, അടിക്കടി കുറയുന്ന ഒരു സ്ഥിതിവിശേഷം വിൽപ്പനയെ വീണ്ടും സാരമായി ബാധിക്കും. അതുപോലെ തന്നെ വിൽക്കാനുള്ള ആളുകളും വിപണിയിലേക്ക് എത്താത്ത ഒരു തരം, അവർക്ക് പ്രോപ്പറായിട്ട് വില കൊടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ, പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യാപാരികൾ ഇപ്പോൾ നിലവിൽ നേരിടുന്നുണ്ട്. സ്വർണ്ണ വിപണി, സ്വർണത്തിന് വില കുറഞ്ഞാലും ഒന്ന് ശരിയായി നിൽക്കുകയാണെങ്കിൽ സ്വർണ്ണ വ്യാപാരത്തെ അത് മുന്നോട്ട് കൊണ്ടുവരും. പക്ഷെ വീണ്ടും ഇങ്ങനെ അടിക്കടി സ്വർണ്ണ വില കുറയുന്ന ഒരു ട്രെൻഡ് സ്വർണ്ണ വിൽക്കാൻ വരുന്ന ആളുകൾക്കും മടിയാണ്. സ്വർണം വാങ്ങേണ്ട ആളുകൾ കൊണ്ട് വാങ്ങാതെ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു ട്രെൻഡാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ സംഘർഷം സമാധാനത്തിൻ്റെ പാതയിലാണെന്ന് കരുതി, പക്ഷേ ഇന്ന് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിലക്കയറ്റമാണോ വിലയിടിവാണോ പ്രതീക്ഷിക്കേണ്ടത്? അവശ്യ സാധനങ്ങൾക്ക് വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാവും. പക്ഷെ സ്വർണത്തെ സംബന്ധിച്ച് വില ഇടിയാനുള്ള സാധ്യത തന്നെയാണ് മുതൽ കാണുന്നത്. കാരണം ഇത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വിപണനം വലിയ തോതിൽ നടത്തുന്ന രാജ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഈ പല രാജ്യങ്ങളിലേക്കും അവരുടെ അവശ്യ സാധനങ്ങൾക്ക് ആയി ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ എത്താത്ത ഒരവസ്ഥയുണ്ട്. അതിന് അടിക്കടി വില വർധനം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ സ്വർണ്ണ വിപണിയെ സാരമായി ബാധിക്കും. അതേസമയം അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ എല്ലാം വില ഗണ്യമായി വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. സാധാരണ യുദ്ധസമയത്ത് സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു ട്രെൻഡാണ് എപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽ
സ്വർണ്ണവില താഴേക്ക് പോയി ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഉയരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. ഇത് തുടർന്നാൽ അത് സ്വർണ്ണ വ്യാപാരികളെയും സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരുടെ ആയിട്ടുള്ള അവരുടെ ബേസിക് നീഡ്സ് ഇതിനെല്ലാം വലിയ വില നൽകേണ്ടതായിട്ടും വരും. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രവചനങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് പറയുന്നു സ്വർണ്ണവില 1 ലക്ഷത്തിൽ നിന്ന് കൂപ്പുകുത്തി താഴേക്കെത്തും, 70,000 വരെ എത്താനുള്ളൊരു സാധ്യതയുണ്ടെന്ന് ഒരു ഭാഗത്ത് ചില കിംവദന്തികൾ വരുന്നുണ്ട്. ഇനി മറുഭാഗത്ത് പവൻ്റെ വില അത് 14,000 അല്ല 24,000 ആകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതെന്ന് പറയുന്നു. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ജനങ്ങൾ ഇതിനെയൊക്കെ തന്നെ ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത്. ആദ്യം പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വില 1 ലക്ഷത്തിന് താഴേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞത് പവൻ വിലയല്ലല്ലോ, ഗ്രാം വിലയുടെ കാര്യമൊക്കെ 14,022,000 എത്തുമെന്ന് പറഞ്ഞു. അതെ അതെ, അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അതും മുൻകാലത്തും ഇപ്പൊ ഈ വാക്സിനേഷൻ സംഘർഷം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ 20,000 അടുത്തൊരു രീതിയിൽ വിപണനം നടക്കേണ്ട ഒരു സമയമായിരുന്നു. കാരണം ആ ട്രെൻഡിലായിരുന്നു സ്വർണ്ണവില മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ വാക്സിനേഷൻ സംഘർഷം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ ഇവിടെ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഈ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഘർഷം പൂർണ്ണമായി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും വീണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റേബിളായാൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരിക തന്നെ ചെയ്യും. ഈ വർഷം പകുതിയോട് കൂടെ തന്നെ 1.5 ലക്ഷം പിന്നിട്ട് മുന്നോട്ട് പോകും എന്നുള്ള തരത്തിലായിരുന്നു പ്രഡിക്ഷനുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രഡിക്ഷനെല്ലാം ഈ യുദ്ധമാണ് തകിടം മറിച്ചിരിക്കുന്നത്. ശരി, വളരെ വ്യക്തമാണ് ശ്രീ അരുൺ മാർക്കോസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.